ചായ അടിക്കാൻ പോവാണോ? എടാ ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ഏട്ടാന്ന് വിളിച്ചോട്ടെ. ഹലോ ഏട്ടായി, ഇവിടുന്ന് ഹോസ്റ്റലിൽ നിന്ന് എല്ലാവരും ചായ കുടിക്കാൻ പോകുന്നുണ്ടായിരുന്നു. ഇവിടെ തൊട്ടടുത്ത കടയ്ക്കാ. ഞാനൊന്ന് പൊക്കോട്ടെ. എടാ നമ്മളെ വേഗം വരില്ലേ? 6 മണിയാകുമ്പോഴേക്കും എനിക്ക് ഇവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട് ഏട്ടായിക്ക് ഫോട്ടോ അയച്ചു കൊടുക്കാനുള്ളതാ. രാഹുലോ? എനിക്കവനെ അറിയ പോലുമില്ല. എൻ്റെ ക്ലാസ്സിലൊക്കെ തന്നെ, പക്ഷെ എനിക്ക് അറിയില്ല. കാരണം ഏട്ടാ എന്നോട് പറഞ്ഞിട്ടുണ്ട് വേറെ ഒരു ബോയ്സിനായിട്ടും കമ്പനി വെക്കരുത്, മറ്റുള്ള ബോയ്സിന്റെ മനസ്സിലിരിപ്പൊന്നും ശരിയല്ല, അതായത് ഒരു ബോയ്ക്ക് മറ്റൊരു ബോയിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഏട്ടായി പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവരായിട്ടൊന്നും കമ്പനി ഇല്ല. എടാ നിങ്ങൾ പറയുന്ന പോലെ ഏട്ടായി അത്ര പ്രശ്നക്കാരനൊന്നുമില്ല. പിന്നെ ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും കുരുത്തക്കെട്ട് കാണിക്കുമ്പോൾ വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്നെ എപ്പോഴെങ്കിലും ഒന്ന് അടിക്കുക, അത്രേ ഉള്ളൂ. എടാ നിങ്ങൾക്കിത് മനസ്സിലാവാനായിട്ട് ഇത് പ്രൊട്ടക്ഷൻ ആണ്. എന്നെ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് വിടില്ല. നിങ്ങൾക്ക് അറിയോ, ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഒറ്റയ്ക്ക് പോയി ഏട്ടായിക്ക് ടെൻഷനാണ്. പിന്നെ അന്ന് ഫുഡ് കഴിക്കില്ല, അന്ന് പിന്നെ ഒന്നും ഏട്ടായി ചെയ്യില്ല, എന്നോട് മിണ്ടത്ത് പോലും ഇല്ല. അപ്പൊ ആലോചിച്ച് നോക്ക്, ഏട്ടായിക്ക് ഞാൻ എവിടെയും പോയി ഒറ്റപ്പെടും അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ കൊണ്ടാ. നിങ്ങൾ പഠിച്ചോ, എനിക്ക് തന്നെ ഫെയിൽ ആയാലും കുഴപ്പമില്ല. എന്നോട് ഏട്ടായി പറഞ്ഞിട്ടുള്ളത് ഞാൻ ജോലിക്കൊന്നും പോണ്ട, ഞാൻ ജോലിക്കൊക്കെ പോയിട്ടാണ് വീട് നോക്കേണ്ടത്. ഏട്ടായി എന്നെ പൊന്നു പോലെ നോക്കുന്ന പറഞ്ഞിട്ട്. ഏട്ടായിനെ കല്യാണം കഴിച്ചിട്ട് വേണം എനിക്ക് ജോലിയൊന്നും ചെയ്യാതെ എനിക്ക് ഏട്ടായിന് ഷെഡിയൊക്കെ കഴുകിയിരിക്കാൻ.